ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് സൗദിയിലോട്ട് വന്നിട്ട് ഇപ്പം ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കായിരുന്നു പെരുന്നാളൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അങ്ങനെ ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ സൗദിയിലോട്ട് വന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ അച്ചാറൊക്കെ ഇട്ടു, പിന്നെ ബീഫൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി എല്ലാം പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2-3 അന്ന് രാത്രി തന്നെ ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ രാവിലെ ചെയ്യാമെന്ന് കരുതി. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. 2-3 ദിവസം റെസ്റ്റ് ഇല്ലാതെ ഓട്ടമായിരുന്നു. കാരണം ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതെല്ലാം ഒപ്പിക്കേണ്ട ഒരു ഇതിലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പം കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ, മാങ്ങ, ഉള്ളി, പേരയ്ക്ക എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ കെട്ടി. ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി. ഞാനങ്ങനെ റെഡിയായി. പിന്നെ കണ്ടവരൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. ആൻഡ് ഗൈസ്, ഇപ്പോൾ പുറക്കാടായിട്ടുണ്ട്. ആലപ്പുഴയൊക്കെ വരെ ഞാൻ ഉറങ്ങാതിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ കണ്ണുറന്നപ്പോഴത്തേക്കും കൊച്ചി എത്തി ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റോഡിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ റോഡിൻ്റെ എൻഡിലായപ്പം ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലൈമും പിന്നെ ഏത്തക്കാപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ വണ്ടി കയറിയപ്പോഴത്തേക്കും ഞാനൊരു സീഗ്ന കഴിച്ചായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ എടുത്ത് ഇറക്കി വെച്ചു. ഞങ്ങൾ ദണ്ടിപ്പം എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി. ബാക്കിൽ നിന്ന് എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതിന് അവൾ ആ ട്രോളി കൊണ്ടുവന്ന് എൻ്റെ കാലിൽ കയറ്റി. അങ്ങനെ ദണ്ട് ഞങ്ങൾ ലഗേജിൻ്റെ വെയിറ്റൊക്കെ നോക്കി എന്താണെങ്കിലും കയറ്റാൻ പോവാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ദണ്ട് ലഗേജൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. ലഗേജിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റിന് കയറാനുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഗും പിന്നെ നമ്മുടെ ബോഡി ചെക്കിങ്ങൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന ഉടൻ തന്നെ ഞങ്ങളുടെ സീറ്റ് നമ്പർ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ തന്നെ ഫ്ലൈറ്റിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി. ഇൻഡിഗോ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തീരെ ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾക്ക് 1 അവറോളം ഉണ്ടായിരുന്നു ഫ്ലൈ. പിന്നെ ഞങ്ങൾ ഹൈദരാബാദിൽ ലാൻഡ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം വെയിറ്റിംഗ് ഉണ്ട്. 2 അവർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളതിപ്പം വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം തപ്പി ഒരുപാട് നടന്ന് അങ്ങനെ ഞങ്ങൾ അവസാനം എത്തി. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷന് ഞങ്ങൾക്ക് കൊച്ചി എയർപോർട്ടിൽ വെച്ചില്ലായിരുന്നു, ഞങ്ങൾക്ക് ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചായിരുന്നു ഇമിഗ്രേഷൻ. സോ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേണ്ട ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്.
അങ്ങനെ വേണ്ട പാസ്പോർട്ട് ചെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നു. നല്ല ലോങ് ഫ്ലൈ ആണ് ഇനി ഇവിടുന്ന്. അങ്ങനെ ഗൈസ് 7 hour ലോങ് ഫ്ലൈക്ക് ശേഷം ഞങ്ങൾ തന്നെ റിയാദിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തണ്ട ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വാപ്പി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ വേണ്ട ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടതിൻ്റെ റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സർപ്രൈസായി. കാരണം വാപ്പി മാത്രമല്ലായിരുന്നു, വല്യാപ്പിയും പിന്നെ മാമിച്ചിയുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റിയാദിൽ നിന്ന് തിരിച്ചു. ഇപ്പം ബുറൈദ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടെ പോയാൽ മതി. അപ്പം എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.